ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ വളരെയേറെ സ്വാധീനിച്ചൊരു വചനം പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പെട്ടെന്ന് തോന്നും ഈ വചനം നമ്മയൊക്കെ നിഷ്ക്രിയരാക്കുന്ന വചനമാണ്. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, എല്ലാം കർത്താവ് ചെയ്യുമെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരെ. അതല്ല, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകളെല്ലാം നിർവഹിച്ച ശേഷം കർത്താവിൻ്റെ മുന്നിൽ നമ്മൾ ഇരിക്കണം. അവിടുന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഗത്സമേനിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. പ്രാർത്ഥിച്ചത് ഈശോ, ഇരുന്നത് ശിഷ്യന്മാർ. ആ ഇരിപ്പിനൊക്കെ ഒരു മൂല്യമുണ്ടെന്നേ. നമുക്കാർക്കും അങ്ങനെ സ്വന്തമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും പ്രാർത്ഥിക്കാൻ. ഈശോ പ്രാർത്ഥിച്ചത് ആരോടാണ്? പിതാവായ ദൈവത്തോടാണ്. നമ്മൾ ശാന്തമായി ഇരിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മാധ്യസ്ഥം വഹിക്കും. ഏക മധ്യസ്ഥനായ ഈശോ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ശാന്തരായി ഇരിക്കണം. ഈ അടുത്ത ദിവസം ഒരു സംഭവം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൾ MBBS പരീക്ഷ പാസ്സായതേ ഉള്ളൂ. പക്ഷേ പുള്ളിയുടെ ഒരു ആഗ്രഹം, നേരെ ഗവൺമെൻറ് സർവീസിലേക്കൊന്ന് കയറാൻ കഴിയണം. അദ്ദേഹം ഇതുപോലെ ഇരുന്നു. ബസിലിക്ക പള്ളിയിലെ തിരുനാൾ ദിനം ജനുവരി 20 രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നു. സമാപന ദിനം 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇരുന്നു. ആകെ 33 കർണക്കൊന്തയില്ലേ അവിടെ ഇരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇരുന്നു, തമ്പുരാന്റെ മുന്നിൽ ഇരുന്നു, ശാന്തമായി ഇരുന്നു, നിർമ്മലമായ ഹൃദയത്തോടെ ഇരുന്നു, അനുതാപത്തോടെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ വന്ന വാർത്ത ഇതാണ്: അദ്ദേഹത്തിന്റെ മകൾ എഴുതിയിരുന്ന PSC പരീക്ഷയുടെ റിസൾട്ട് വന്നു. മകൾ സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുന്നു എന്ന അറിയിപ്പാണ് കിട്ടുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്നാൽ മതി. ഇരിക്കുമ്പോഴേക്കാണ് തമ്പുരാൻ ഇടപെടുന്നത്. നമുക്കിപ്പോൾ ഒരു അവസരമുണ്ട്. യേശുഭവനിൽ ഫെബ്രുവരി 19 മുതൽ 21 വരെ 40 മണി ആരാധന, 40 മണിക്കൂർ ഇരിക്കാനുള്ള ഒരവസരം. തമ്പുരാന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്നും പ്രാർത്ഥിക്കണം, നമ്മൾ ശാന്തമായിട്ടിരുന്നാൽ മതി. പ്രാർത്ഥന ഈശോ പ്രാർത്ഥിക്കും, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈശോ മധ്യസ്ഥനാണ്, ഏക മധ്യസ്ഥനാണ്, മധ്യസ്ഥം വഹിക്കും. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കല്ലേ. ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് പ്രാർത്ഥിക്കുന്നത്, പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ത്രിത്വൈക ദൈവ സംഗമമാണ് അവിടെ. അപ്പൊ പരിശുദ്ധ തൃത്വം നമ്മുടെ യേശുവിലായിരിക്കുമ്പോൾ സകല മാലാഖമാരും സകല വിശുദ്ധരും സകല സ്വർഗീയ വൃന്ദങ്ങളും അവിടെ ഉണ്ടാവും. അപ്പൊ സകല സ്വർഗീയ വൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ നമുക്കും ഇരിക്കാനൊരവസരം. നമുക്കിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗതിക ആവശ്യങ്ങൾ മാത്രമല്ല, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തോടുള്ളൊരു കടപ്പാട് നമുക്ക് അവന്റെ മുന്നിൽ ആയിരിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.